പുലിഭീതിയിൽ ഇരിയണിയിൽ വീണ്ടും പുലിയിറങ്ങിയതായി നാട്ടുകാർ. ഇരിയണ്ണി പയത്തിൽ സന്തോഷിന്റെ വീടിന് സമീപത്തെ ഷെഡിൽ കെട്ടിയിട്ട നായയെ പകുതി ഭക്ഷിച്ച നിലയിൽ. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ഒരിടവേളയ്ക്ക് ശേഷം കാസർഗോഡിന്റെ കിഴക്കൻ മേഖലയായ ഇരിയണിയിൽ വീണ്ടും പുലിഭീതി. ഇരിയണി പയ്യത്ത് വളർത്തുനായയെ പുലി കടിച്ചു കൊന്നതോടെയാണ് പ്രദേശവാസികൾ കടുത്ത ഭീതിയിലായിരിക്കുന്നത്. പയ്യത്തെ വയറിംഗ് തൊഴിലാളിയായ സന്തോഷിന്റെ വീട്ടിലെ 1 വയസ്സ് പ്രായമുള്ള വളർത്തുനായയാണ് പുലി പിടിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന നായയെ ആക്രമിച്ച പുലി ശരീരത്തിന്റെ പകുതിയോളം ഭാഗം ഭക്ഷിച്ചാണ് ഉപേക്ഷിച്ചത്. തിങ്കളാഴ്ച രാവിലെ വീട്ടുകാർ ഉണർന്നപ്പോഴാണ് നായയെ ചത്തുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുലിയാണ് ആക്രമിച്ചതെന്ന് വ്യക്തമായത്. ഈ പ്രദേശത്ത് നേരത്തെയും ഇത്തരത്തിലുള്ള പുലിയാക്രമണം നടന്നിരുന്നു. സന്തോഷിന്റെ ഇളയച്ചൻ കുഞ്ഞിക്കണ്ണൻ മണിയാണിയുടെ 2 നായകളെയും മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ പുലി പിടിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇരിയണ്ണി, പയം എന്നീ പ്രദേശങ്ങൾ കൂടാതെ കുണിയേരി, വേപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യമുണ്ടാകാറുണ്ടെന്നും ഇടയ്ക്കിടെ ഇത്തരത്തിൽ പുലികൾ നാടുകയറുന്ന മനുഷ്യജീവന് വലിയ ഭീഷണിയുയർത്തുന്നതായും നാട്ടുകാർ പറയുന്നു. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. വിഷയത്തിൽ വനം വകുപ്പ് ഇടപെട്ട് ശാശ്വതമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.